ഈ ആഴ്ചയിലും നമ്മുടെ അക്ബർ കാക്കാനെ വിളിച്ച് കൺഫെഷൻ റൂമിൽ ഇരുത്തിയിട്ട് അക്ബർ കാക്കാന്റെ ഉമ്മയെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഒരു സാധ്യത ഞാൻ വീണ്ടും കാണുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് അവരോട് മാന്യമായിട്ട് പറഞ്ഞതാണ്, എടാ മോനെ, നിന്റെ വായിന്ന് വീഴുന്ന വാക്കുകൾ നീ ഒന്ന് സൂക്ഷിക്ക്, നീ കൺഫെഷൻ റൂമിലേക്ക് വാന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വിളിച്ചു വരെ പറഞ്ഞു, എടാ മോനെ, നിന്റെ വായിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിക്കാൻ. എന്നിട്ട് ഇന്നും അവൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനുമോളുടെ പുറകെ മാത്രം നടന്ന് വിളിക്കുന്ന വാക്കുകൾ, പറയുന്ന ഭാഷ, ഒരു പട്ടിയെ കാണുന്ന പോലെയാണ് അനുമോളെ അക്ബർ കാണുന്നതും. അക്ബർ ആ ഒരു രീതിയിലാണ് അനുമോൾ ആക്ട് ചെയ്യുന്നത് പോലും. അനുമോളോട് ആ രീതിയിൽ തന്നെയാണ്, പട്ടിയെ വിളിക്കുന്നവണക്കൊക്കെ വിളിക്കുക. പിന്നെ വേറെ കുറെ വാക്കുകൾ, തീട്ടമാണ് അനുമോൾ, ഇങ്ങനെയൊക്കെയാണ് അനുമോളെ പറ്റി അക്ബർ പറയുന്നത്. കൂടെ പിടിക്കാനായിട്ട് അപ്പാനിയുണ്ട്. രണ്ടു പേർക്കും അനുമോള് മാത്രമാണ് ടാർഗറ്റ്, വേറെ ആരുമില്ല. വേറെ ആരും ചെയ്യുന്നതൊന്നും കണ്ണിലോട്ട് കയറത്തില്ല, കുരുവാണ്. ജിസൈലൊക്കെ എന്ത് പറഞ്ഞാലും കാണിച്ചാലും ജിസൈലൂട്ടി എന്നും പറഞ്ഞ് ജിസൈലിന്റെ കീഴെ പോയിരിക്കും ഈ രണ്ട് ടീമുകൾ. സത്യം പറഞ്ഞാൽ അനുമോൾക്ക് ഇന്ന് പുറത്തൊരു റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ രണ്ട് കാരണക്കാര് അക്ബറും അപ്പാനിയാണ്. അവര് അവളുടെ പുറകെ നടന്ന് ചൊറിയുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ മറ്റേ സാധനമുണ്ട് കേട്ടോ, മറ്റേ ഒരു കുരുട്ടടക്കയുണ്ടല്ലോ, എന്താണ് രണ ഫാത്തിമ. എന്താണ് അതിന് എന്തിന്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ നടക്കുകയാണ്, ചുമ്മാ അനുമോളുടെ പുറകെ നടന്ന് ചൊറിയുകയാണ്. എന്തൊക്കെയാ അനുമോളോട് പറയുന്നത്? അനുമോളെ പറ്റിയും അല്ലെങ്കിൽ ജിസൈലുമായിട്ടുള്ള ആ ഒരു വഴക്കിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ റെന പറയുന്നത് കേൾക്കാം, അനുമോൾ ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അതായത് ജിസൈലിനോട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ റെന പറയുന്നുണ്ട്. ഞാൻ അപ്പോഴും ആലോചിച്ചു, ഈ പറയുന്ന ഇവക്കൊരു ബോധമില്ലേ, ഇവളൊരു സ്ത്രീയെ പറ്റിയിട്ടാണ് ഇരുന്ന് പറയുന്നതെന്ന്. എന്തൊക്കെയോ അവളുടെ സൈഡിൽ കൂടെ. അവക്കും മെയിൻ ടാർഗറ്റ് അനുമോള്. കാരണം അനുമോളിലൂടെ എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് ഇതൊക്കെ റീലായിട്ട് കട്ട് ചെയ്ത് പുറത്തു വരും ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ. മോളെ എന്താവും എന്ന് മോള് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ റെണ്ണക്കുട്ടി. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ രാവിലെ നമ്മുടെ നെവിൻ പോയല്ലോ, ഒരു സൈഡിൽ നമ്മുടെ അപ്പാനി അക്ബറും ഒക്കെ മെയിൻ ആയിട്ട് അതിന് കാരണം പറയുന്നത് നമ്മുടെ അനുമോളെ തന്നെയാണ്. അനുമോളുമായിട്ടുള്ള എന്താണ് വഴക്കിന്റെ പേരിലാണ് നെവിൻ പോയത് എന്നാണ് ഈ മണ്ടന്മാർ രണ്ടുപേരും വിശ്വസിക്കുന്നത്. അതിന്റെ പേരിലാണ് കുത്തുന്നതും. ഇപ്പുറത്തെ ജിസയില്, അതുപോലെ തന്നെ നമ്മുടെ അബി, ഇവർക്കൊക്കെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവരൊരു സൈഡിൽ കൂടെ ആദില നോറേനെയും പറയുന്നുണ്ട്, അവര് കാരണമാണ്, അവരെന്തിനാണ് അങ്ങനെ ട്രിഗർ ചെയ്തത്. അവര് ട്രിഗർ ചെയ്തിട്ടാണ് നെവിൻ ഇറങ്ങി പോയെങ്കിൽ അത് അവരുടെ കഴിവ്, മനസ്സിലായില്ലേ? ആദില നോറ എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ട്രിഗർ ചെയ്തപ്പോൾ അവൻ ഇറങ്ങി പോയെങ്കിൽ അത് അവന്റെ ഫോക്കേഡ്, അത് അത്രേ ഉള്ളൂ, അത് അവിടെ കഴിഞ്ഞു. പിന്നെ അവനാ ചെയ്ത ആ ഒരു കാണിച്ച ഗട്ട്സ് ഉണ്ടല്ലോ, അതിന് ഞാൻ സമ്മതിക്കുക തന്നെ ചെയ്യും. കാരണം അവിടെ ബിഗ് ബോസ് അവനെ താങ്ങി. ബിഗ് ബോസ് തന്നെ നൈസായിട്ട് പറഞ്ഞു, ഇതേ തുറന്നിട്ടുണ്ട്, ഇറങ്ങിപ്പോവും. ഉടനെ ആദില നോറയും പറഞ്ഞു, നീ വലിയ വീരവാദം പറഞ്ഞാണല്ലോ, നീ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ഉടനെ അവിടെ നിന്ന് മറ്റേ സോറി പറഞ്ഞ് മെഴുകാതെ, നമ്മുടെ അപ്പാരിയെ പോലെയൊക്കെ സോറി മെഴുകി മറ്റേ ഒലിപ്പിക്കാതെ അളിയൻ ഇറങ്ങി അങ്ങ് പോയി. അത് ഓക്കെ. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അവൻ ഇത്തിരി ഗട്ട്സ് ഉള്ളവനായിട്ട് പറയാം, അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പൊട്ടനായിട്ട് നമുക്ക് അവനെ പറയാം. കാരണം ഈ പ്ലാറ്റ്ഫോം ഒന്നും ആർക്കും കിട്ടത്തില്ല അങ്ങനെ. സോ എന്തൊക്കെയാണെങ്കിലും അവൻ ഇറങ്ങി എന്തായാലും അവിടുന്ന്. പുറത്തേക്ക് വരുമോ ഇനി നാളെ എയർപോർട്ടിൽ വന്ന് ചാടുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇനി ബിഗ് ബോസ് മാമന്മാര് അവിടെ ഒളിപ്പിച്ചിരുത്തിയിരിക്കുകയാണോ കുട്ടറയെന്നൊന്നും നമുക്ക് അറിയില്ല. എന്താണെങ്കിലും നെവിൻ പുറത്തു പോയതിനകത്ത് അനുമോളെ മാത്രം അങ്ങനെ കോർണർ ചെയ്ത് തെറി പറയാനായിട്ട് അതിന്റെ ആവശ്യമില്ല. കാരണം അനുമോളും ജിസയിലും തമ്മിലാണ് പ്രശ്നം. അതിന്റെ ഇടയ്ക്ക് മറ്റേ ഒഴിഞ്ഞു കയറി വന്നവരാണ് നമ്മുടെ നെവിൻ. എന്നിട്ടാണ് അവൻ ക്യാമറയെ നോക്കി ഡയലോഗ് അടിച്ച് അനുമോൾക്ക് പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു. അതിന് അനുമോളെ ചൊറിയേണ്ട കാര്യമില്ല. പിന്നെ അനുമോളല്ല പറഞ്ഞത്, അതായത് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ഡയലോഗ് അടിച്ചത് അനുമോളല്ല. അനുമോൾ ഒന്നും മിണ്ടിയില്ല. അനുമോൾ മാറി കരയുന്ന മൂലക്കൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. പക്ഷെ എന്നാണെങ്കിലും ആദില നോറ അവരാണ് ചൊറിഞ്ഞത്, ട്രിഗർ ചെയ്യിപ്പിച്ചത്. നീ ഇറങ്ങി പോടാ എന്നും പറഞ്ഞ്, ധൈര്യം ഉണ്ടെങ്കിൽ പോടാന്നും പറഞ്ഞ്. അപ്പൊ അവൻ ഇറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. അത് അവരുടെ ഒരു ഗെയിം, അത് അവരുടെ ഒരു മിടുക്കായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗെയിമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതല്ലാതെ അനുമോളെ മാത്രം ഈ ഒരു കേസിൽ കോർണർ ചെയ്യുന്ന ഇന്നലെയും ഇന്നും ഒക്കെ അവിടെ നടക്കുന്ന ഇപ്പൊ അതാ. അനുമോൾ ടാർഗറ്റഡ് എന്നും പറഞ്ഞ് മറ്റേ വട്ടത്തെ അനുമോളുടെ തലയിൽ വെച്ചിട്ട് അനുമോളുടെ പുറകെ പോവുക, അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ രേണു ചേച്ചിയുടെ പാട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. എന്തിനോ എന്തരോ, ഇത് മാത്രമേ ചേച്ചിയെ കൊണ്ട് പറ്റുന്നുള്ളൂ. പിന്നെ ചേച്ചിയെ കൊണ്ട് പറ്റുന്നത് ചേച്ചി അങ്ങനെ ചെയ്തൊക്കെ അങ്ങോട്ട് പോകുന്നു. പിന്നെ അബിയൊക്കെ ഒതുങ്ങിയിരിപ്പുണ്ട്. ഉണിയിലേട്ടറൊക്കെ എന്തിനാണ്, ഉണിവേട്ടവന്റെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണക്കൊച്ചിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയണം. ഞാൻ ഓൾറെഡി രണക്കൊച്ചിനെ പറ്റി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കുരിപ്പ്, ഒരു ചൊറിയാൻ കുരിപ്പ്, അത്രേ ഉള്ളൂ. അത് അനുമോളുടെ പുറകെ നടന്ന് ചൊറിയാനേ അറിയത്തുള്ളൂ. എന്നിട്ട് ജിസേലിന്റെ കൈ പിടിച്ചിട്ട് ജിസേൽ മുള്ളേ, ഇത്രേ ഉള്ളൂ. അല്ല ജിസേലിനോടൊന്നും ഓപ്പോസിറ്റ് നിന്ന് കളിക്കാനായിട്ടുള്ള ഒരു സാധനം ഇല്ല. ജിസേലിനെ ഞാൻ വീണ്ടും പറയും, ഷീ ഈസ് എ ഗെയിമർ.
അവർ ഗെയിം കളിക്കുന്നുണ്ട്, അവർക്കറിയാം എങ്ങനെ കളിക്കണമെന്ന്. ബാക്കിയുള്ളവന്മാരെല്ലാം പൊട്ടന്മാർ, അവരുടെ കൂടെ മറ്റേ സൈഡിൽ കൂടി ഇങ്ങനെ ഉരുണ്ട് പോകുന്നേ ഉള്ളൂ. ആര്യനാണെങ്കിലും ആര്യൻ ഇന്നലെ അനുമോളിന്റെ അടുക്ക നോക്കി, ഇന്നിപ്പോ ജിസേലിന്റെ അടുക്ക നോക്കി, പിന്നെ ജിസേലിന്റെ അടുക്ക ആയതുകൊണ്ട് ഓക്കെ പറഞ്ഞ് ജിസേൽ അടുത്തിരുത്തിയിട്ടുണ്ട്. അനുമോളിന്റെ അടുക്കലോട്ട് ഇനി ചെന്നാൽ ആട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ലൈവിൽ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളാണ് നടക്കുന്നത്. അതിലെ നോറെ മാറി ഇരിപ്പുണ്ട്. അവർ ഈ ഒരു നെവിന്റെ പോക്കിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിലെ പറയുന്നുണ്ട് അവൻ പോട്ടെ, അവന്റെ ഇഷ്ടം, അവൻ ചൊറിഞ്ഞു, നമ്മുടെ കഴിവ്, അവൻ ട്രിഗറായി, അവൻ പോയി, അത്രേ ഉള്ളൂ. അതിലെ നോറെ പരസ്പരം ഇതൊക്കെ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്യണേ.